ഹായ് എവരി വൺ, ശിവദൻ ടാരോട്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പിയായി സേഫായി ഹെൽത്തി ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കാണുന്നു അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്ത വിട്ടേക്കുക. കറക്റ്റീവ് റീഡിംഗ് ആണ്, ഗൈഡൻസ് മാത്രമാണ്. ഇവിടെ വന്നിട്ടുള്ള സോഡിയക് സയൻസ് തറ എയർ എനർജി, ജെമിനി, ലിബ്ര, അക്വേറിയസ്. ജെമിനി ഇന്ന് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ സ്കോർപ്പിയോ, വാട്ടർ, എർത്ത് എനർജി, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. ഫയർ എനർജി, എരിസ്, ലിയോ, സാജിറ്റേറിയസ്. നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 6, 9, 14, 13, 13, 4, 10. ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ത്രീ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഏസ് ഓഫ് വാൻസും 3 ഓഫ് വാണ്ടിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. നേരത്തെ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉറച്ച തീരുമാനം എല്ലാത്തിനും എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ പല കാര്യങ്ങളും, ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഒഴിവാക്കണമെന്ന് ഉറച്ച് മനസ്സിൽ തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം മുന്നിൽ ആരൊക്കെ എന്തൊക്കെ രീതിയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ, എന്തൊക്കെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ടോ, ജീവിതം മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ ഏതൊക്കെ രീതിയിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ, ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി മുന്നോട്ട് എല്ലാം മാറ്റിയെടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഏതൊക്കെ പ്രശ്നങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം ഒരു മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ നിന്ന് എല്ലാ പ്രശ്നങ്ങളും, മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തതൊരു 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. മൂൺ കാർഡാണ്. മൂൺ കാർഡിൽ അവർ ജീവിതത്തിലുള്ള ഒരുപാട് ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, പരസ്പരം പല കാര്യങ്ങളും പറയാതെ ഇരിക്കുക, ഈഗോ വെച്ച് നടക്കുക, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, തേർഡ് പാർട്ടി ഇഷ്യൂസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ പരസ്പരം ഒന്നും പറയാൻ പറ്റാതിരിക്കുക, പറയാൻ അങ്ങോട്ട് എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയാൽ തന്നെ പിന്നെ ഇപ്പം വാശിയും ദേഷ്യവും ഒക്കെ തോന്നുന്നൊരവസ്ഥ, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു. ജീവിതത്തിലൂടെ എന്തൊക്കെയോ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടൊരവസ്ഥ, അതൊക്കെ ഓർത്ത് ജീവിതത്തിലുള്ള സന്തോഷങ്ങൾ മുഴുവൻ നഷ്ടമായി പോയല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്ന കുറേയധികം ആളുകളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സാഹചര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിക്കുന്നതായിട്ട് കാണുന്നത്. പല ഓപ്പർച്യൂണിറ്റീസ് ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ ജീവിതത്തിലേക്ക്. എന്നാൽ അവിടേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് അവർ, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഒരുപാട് പ്രാർത്ഥിക്കുന്നത്, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ ശരിക്കും സ്പിരിച്വൽ ലെവലിലെത്തിയ ആളുകളായിരിക്കും. ചുറ്റുപാടുള്ള സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകണം, അതാണ് ഇപ്പോൾ ഇവർ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത്. എങ്ങനെ മുന്നോട്ട് പോകും, ഈ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ എങ്ങനെ മാറിക്കിട്ടും, സമാധാനമുള്ള ജീവിതം എങ്ങനെ കിട്ടും, അതാണ് ഇവർ ചിന്തിച്ചുകൊണ്ട്. ഇതവിടെ അടുത്തത് ഒരു ഉറക്കമില്ലാത്ത അവസ്ഥ, മാനസികമായിട്ട് ഡിപ്രഷൻ, ഒന്നിനും ഒരു സമാധാനം കിട്ടാത്തൊരവസ്ഥയ്ക്ക് കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഡൈനോസോറിൻ്റെ എനർജിയാണ്. 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ചുറ്റിലും പ്രശ്നങ്ങൾ, അവർക്ക് ചുറ്റിലും പ്രശ്നങ്ങൾ വന്ന് നിറഞ്ഞുകൊണ്ടേ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു 5 ഓഫ് വാണ്ടിൻ്റെ എനർജി, ഡൈനോസോറിൻ്റെ 5 ഓഫ് വാണ്ടിൻ്റെ എനർജി പറയുന്നത് അവർ അവരുടേതായ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഒന്നിൽ ഫാമിലി പ്രശ്നം, അല്ലെങ്കിൽ വർക്ക് പ്ലേസുള്ള പ്രശ്നമോ, അല്ലെങ്കിൽ സാമ്പത്തികമായ ആർക്കും കൊടുക്കാനോ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റുള്ളവരും കൂടെ പ്രശ്നത്തിന് വരുന്നുണ്ടെങ്കിൽ, വേറെ ഏത് രീതിയിൽ ഫാമിലിപരമായ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഏത് രീതിയിൽ ഒരുപാട് പ്രശ്നത്തിൽ കൂടെ, അതാണ് ഇവിടെ കാണുന്നത്. ഈ പ്രശ്നങ്ങൾ കാരണമാണ് ഇവർക്ക് ഉറക്കം വരെ നഷ്ടപ്പെട്ട അവസ്ഥ, ആരോടൊന്നും പറയാൻ കഴിയുന്നില്ല, ഒരു സമാധാനം ജീവിതത്തിൽ കിട്ടുന്നില്ല, ഒരു അസുഖം ബാധിച്ച ഒരവസ്ഥ, അങ്ങനെയൊക്കെ ഒരു കിടക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എങ്ങോട്ട് പോകണം, എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയുന്നില്ല, ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുന്നൊക്കെ അവസ്ഥ, അത്രയൊരു ഡിപ്രഷനിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഒന്നിലേക്കൊരു താല്പര്യമില്ല, എന്തൊക്കെയോ നഷ്ടപ്പെട്ട അവസ്ഥ, അങ്ങനെയൊക്കെ ഒരു സക്സസ് ഉണ്ടാകുന്നില്ല, മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേൾക്കേണ്ട അവസ്ഥ, എല്ലാം കൂടെ ഒരു ഇരുട്ട് മൂടിയൊരവസ്ഥ, ഒരു അന്ധകാരം പിടിച്ച അവസ്ഥ, ഒരു സന്തോഷം കിട്ടാത്തൊരവസ്ഥ, അങ്ങനെ പോകുന്നതായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തൊരു കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് കപ്പാണ്.
കിങ് ഓഫ് സൂഡും കിങ് ഓഫ് കപ്പും കൂടുതലായി ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ അതേപോലെ ഡെപ്ത് ഉള്ള ആളുകൾ അങ്ങനെയൊക്കെ കാണുന്നതാണ്. അപ്പം ഒരു കിങ് ഓഫ് കപ്പും കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കണ്ടാൽ തന്നെ മനസ്സിലായി ഈ വ്യക്തി അത്രയ്ക്ക് ഈഗോ ഉള്ള വ്യക്തിയാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ സാധിക്കണം, ഇവർ പറയുന്ന സ്ഥലത്ത് എത്തണം, ഇവർ വാക്കിന് വില വേണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടും. അപ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവർ നിങ്ങളെ വിട്ട് കളഞ്ഞില്ല. നിങ്ങൾ തന്നെയാണ് അവരുടെ മനസ്സ്. നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ് കാണുന്നത്. എത്ര വിഷമഘട്ടങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടോ കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും അവർ ഒരു രാജാവിനെ ഇപ്പോൾ രാജാവൊക്കെ ആണെങ്കിലും കൂടിയിട്ട് എന്തൊക്കെയോ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുറേ അധികം ആളുകളുണ്ട്. അപ്പോൾ എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഇവർ ഈഗോ വിട്ട് കളിക്കില്ല. അതാണ് ഇവിടെയുള്ള പ്രശ്നം കാണുന്നത്. എല്ലാ കാര്യവും ബാലൻസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ മനസ്സിലെന്താ വെച്ചാൽ ഇവർക്കുള്ള സ്ഥാനം, വില, നില ഇത് ഇവർക്ക് കിട്ടണം. അതിന് ഒരു വാശിയാണ് ഇവർക്ക്. അപ്പോൾ ആ സ്ഥാനം, വിലയും നിലയും കിട്ടണം. അതിനു വേണ്ടിയാണ് അവരിപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി എന്ന് പറയുന്നത് ഉറച്ച തീരുമാനം എടുക്കാനും ആ തീരുമാനം നടപ്പിലാക്കാനുള്ള വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം ഉള്ളത് കൊണ്ട് തന്നെ ഇവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരിലേക്ക് എത്തുന്ന ഒരു സമയമായിട്ടാണ് അവർ കാണുന്നത്. അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ അവരിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവർ ഏത് കാര്യത്തിനാണോ പോരാടിക്കൊണ്ടിരിക്കുന്നത് അത് അവരുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റാതെ ഇപ്പോൾ അതിനൊക്കെ തീരുമാനം എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തത് ഒരു എംപററിൻ്റെ എനർജിയാണ്. ഒരു സ്റ്റാർ കാർഡാണ്. ഇപ്പോൾ സ്റ്റാർ കാർഡിൽ പറയുന്നത് ഒരുപാട് പ്രതീക്ഷയാണ്. അപ്പോൾ ജീവിതത്തിലെ എന്തൊക്കെയോ പ്രതീക്ഷ, എന്തൊക്കെയോ ഒരു ഹോപ്പാണ്. അപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ കിട്ടുമെന്നുള്ള ഒരുപാട് പ്രതീക്ഷ ജീവിതത്തിലേക്ക്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ജീവിതത്തിൽ ഒരു പൂർണ്ണത വേണമെങ്കിൽ നിങ്ങളും കൂടെ അവരുടെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. HR എന്ന് പറയുന്ന ഒരു ഹീലിങ്ങിൻ്റെ കാർഡാണ്. ഇപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും ഹീൽ ചെയ്തതായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ ഉണ്ടാവില്ല, നടക്കില്ല, കിട്ടില്ല എന്നൊക്കെ വിചാരിച്ച പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് ഇപ്പോൾ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ കൂടി അംഗീകരിക്കുന്ന തരത്തിലുള്ള എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തികളായിട്ട് മാറിയത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തികളായിരിക്കുന്നല്ല ആണ്. എംപററിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും ഒരു പേരും പെരുമയുള്ള ഒരാൾക്കാരായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇവരിലേക്ക് ഇപ്പോൾ എത്തുന്നതായിട്ടാണ് കാണുന്നത്. എത്തിയെന്ന് തന്നെ പറയാം. അത്രയും ഒരു എനർജറ്റിക്കായ ഒരു കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഇത് അത്രയും ഒരു എല്ലാവരും അറിയപ്പെടുന്ന വ്യക്തികളായിരിക്കും ഈ റീഡിങ് കാണുന്നത്. അത്രയും അങ്ങനത്തെ ഒരു വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത്. കുറേയധികം ആളുകൾക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അതെല്ലാം ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ജോലി സംബന്ധമായ കാര്യമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ചെയ്തിരിക്കൊണ്ടിരിക്കുന്ന സ്ഥാനമോ അല്ലെങ്കിൽ പ്രമോഷനോ ഒക്കെ കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. കുറേ അധികം ആളുകൾക്ക് ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ വിചാരിക്കുന്ന അതിനുവേണ്ടി കാത്തിരിക്കുന്നവർക്ക് അത് കിട്ടുന്ന ഒരു ഉത്തരവാദിത്വത്തോടെ അത്രയും ഒരു ഉയർന്ന പദവിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലി കിട്ടുന്നുണ്ടാവും. എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ആൾക്കാരായിട്ടാണ് ഇവിടെ കാണുന്നത്. എല്ലാവരെയും അടക്കി ഭരിക്കാൻ, നിയന്ത്രിക്കാൻ, എല്ലാവരെയും ഒരു കൺട്രോളിൽ കൊണ്ടുവരാനുള്ള ഒരു വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവർക്ക് എന്ത് തന്നെയാണ് കുറച്ച് ഈഗോ ഉള്ള ആൾക്കാരായിട്ടാണ് ഇവിടെയും കാണുന്നത്. അപ്പോൾ ഇതിലും ഒരു എംപററിൻ്റെ അത്രയും ഒരു ഈഗോയിസ്റ്റിക്കായ ആളാണ്. അപ്പോൾ അതിനനുസരിച്ച് പവർ അവർക്കുണ്ട്. ഒരു ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ പല വിഷമം പിടിച്ച കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു അവസാനം വന്ന് ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കമാണ് ഇനി വരാൻ പോകുന്നത്. എന്തൊക്കെയോ ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി അതെല്ലാം അവസാനിപ്പിച്ച് ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം വരുന്നതായിട്ടാണ് കാണുന്നത്. കിങ് ഓഫ് വാൻഡ്സ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി. ഒരു ഡെത്ത് കാർഡും
ഇത് കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ജീവിതത്തിലേക്ക് ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവരെന്താ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി കൊണ്ട് നടന്ന കാര്യം അത് ഉണ്ടാക്കി ഒരു പുതിയ തുടക്കത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഫാമിലിയിലായാലും റിലേഷൻഷിപ്പിലായാലും ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ നെഗറ്റീവായ കാര്യങ്ങൾക്ക് അവസാനിപ്പിച്ച് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്ന് ഒരു പുതിയ തുടക്കം വരുന്നതായിട്ടാണ്. കാരണം എല്ലാത്തിനും വേണ്ടി ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയെന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനോ ആവശ്യമുള്ളത് എടുക്കാനൊക്കെ പഠിച്ച് നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയാൻ പഠിച്ചു. അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുക ഒന്നും പറയാണ്ടിരുന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം മിണ്ടാണ്ട് ഇരുന്നിട്ടുണ്ടാവും. ഇപ്പോൾ അതൊക്കെ മാറ്റി ഇവർക്ക് എന്താ ശരിയെന്ന് തോന്നുന്നു അത് മാത്രമേ ഇവരിപ്പോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് കാണുന്നത്. അടുത്തൊരു ക്യൂൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. 7 ഓഫ് സോഡ്. ഒരു 7 ഓഫ് സോഡിൻ്റെ എനർജി. അപ്പോൾ ഇതിൽ ഒരു ചീറ്റിംഗ് എനർജി. അപ്പോൾ നിങ്ങൾ അവർ ചീറ്റിംഗ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ഇപ്പോൾ അവർ തന്നെയാണെന്നാണ് കാണുന്നത്. അപ്പോൾ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത്, എന്തെങ്കിലും രീതിയിൽ നിങ്ങളും കാരണമായിട്ടുണ്ടാവുമെന്നൊക്കെ അവർ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്നേഹമോ കെയറിങ്ങോ സപ്പോർട്ടോ ഒന്നും അവർ ഏത് രീതിയിലാണ് ആഗ്രഹിച്ചത് അത് നിങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവർ അത്തരത്തിൽ അങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടാകും. അതൊക്കെ ഹീൽ ചെയ്ത് പോയതായിട്ടാണ് ഇവിടെ സ്റ്റാർ കാർഡിൻ്റെ ഇതിൽ പറയുന്നത്. ഹീലിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതൊന്നുമല്ല. അപ്പോൾ അവരൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു നല്ല ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യൂൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി പറയുന്നത് ജീവിതത്തിലേക്ക് ഒരുപാട് ഗ്രോത്ത് വരാൻ പോകുന്നതായിട്ടാണ്. ഇത്രയും നാൾ ഒരുപാട് ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടൊക്കെ ഇരുന്നെങ്കിൽ ഇനി അനുഗ്രഹങ്ങൾ വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സാമ്പത്തികമാകാം റിലേഷൻഷിപ്പ് പരമാകാം ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നവരാകാം, അങ്ങനെ എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാത്തിനും സമയം അനുകൂലമായിട്ടാണ് വീൽ ഫോർ ഫോർച്യൂണാണ് ലാസ്റ്റിൽ വന്നിട്ടുള്ളത്. വീൽ ഫോർ ഫോർച്യൂൺ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒന്നുകൂടെ നോക്കാം. 2-3 കാർഡ്സാണ് വന്നത്. ഒരു സന്തോഷം ഹാപ്പി എല്ലാം മനക്കരുത്തോടെ നേടിയെടുക്കാൻ ശ്രമിക്കുക. മുന്നിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടിരുന്നോ അതൊക്കെ അവർ എന്തൊക്കെ വരാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ആ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മനക്കരുത്തോടെ മുന്നിട്ടിറങ്ങുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാത്തിനും ജീവിതത്തിലേക്ക് എല്ലാ കാര്യവും വേണം. അവർ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടോ ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് അത് കൂടുതലായിട്ടൊരു ഹാപ്പി ഫാമിലിയാണ്, സന്തോഷമുള്ള ഫാമിലി റീയൂണിയൻ സംഭവിക്കുന്നുണ്ട്. ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടുള്ള ബന്ധമാണ്. അത്രയും അനുകൂലമായ സമയമാണ് ഇത്. ഒരു മാരേജ് ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട്. ഫാമിലി ഒരു റിയൂണിയൻ ഒന്നായി അത്രയും സന്തോഷമുള്ള ഒരു സമയമാണ് ജീവിതത്തിലേക്ക് വരാൻ പോണത്. എല്ലാത്തിനും സമയം അനുകൂലമായി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളോടിപ്പോൾ അവർക്ക് ഒരുപാട് പ്രണയം തോന്നായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് അത്രയും പ്രണയത്തോടെ വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലായാലും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അവർ മറക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് അവർ എല്ലാ കാര്യങ്ങളും മറന്ന് പുറത്ത് ഒക്കെ ജീവിതത്തിലേക്ക് വരാനാണ് അവരാഗ്രഹിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങൾ ഇവർക്ക് വേണ്ടി കാത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇവർ നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നത്. കാലം എല്ലാത്തിനും അനുകൂലമാകുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. പാസ്റ്റിൽ ഒരുപാട് പേര് അനുഭവിച്ചിട്ടുണ്ട്, അതെല്ലാം മാറുന്നു, സമയം അനുകൂലമായി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇനി അങ്ങോട്ട് നല്ല സമയം ആയിരിക്കും ഈ റീഡിങ് കാണുന്ന ആൾക്കാർക്ക്. ഇപ്പോൾ പാസ്റ്റിലെ വേദനയും വിഷമങ്ങളൊക്കെ മാറുന്നതായിരിക്കും. ഇന്നലത്തെ റീഡിങ്ങിലും ഇങ്ങനത്തെ റീഡിങ്ങിലൊക്കെ കണ്ടിട്ടുള്ള. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് സമാധാനം സന്തോഷമുള്ള ജീവിതമൊക്കെ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യവും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വരട്ടെ. ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.